ഗ്രീൻലൻഡ് ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നതെന്താ? മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരിടം, അല്ലേ? പക്ഷേ സത്യമതല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോപൊളിറ്റിക്കൽ ഹോട്ട്സ്പോട്ടാണ് ഗ്രീൻലൻഡ്. എന്തുകൊണ്ടാണ് ഈ ഭീമൻ ദ്വീപിലേക്ക് അമേരിക്കയും റഷ്യയും ചൈനയുമൊക്കെ ഉറ്റുനോക്കുന്നത്? നമുക്ക് നോക്കാം. കഥയുടെ തുടക്കം തന്നെ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഓർമ്മയുണ്ടോ? 2019 അമേരിക്കൻ പ്രസിഡന്റിന് ഗ്രീൻലാൻഡ് വാങ്ങണം എന്നൊരു മോഹം. പലരും അതൊരു തമാശയായിട്ടാണ് എടുത്തത്. പക്ഷേ ആ ഒരു ഒറ്റ വാർത്ത മതിയായിരുന്നു ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആർട്ടിക്കിലേക്ക് തിരിയാൻ. എന്തിനായിരുന്നു ഇങ്ങനൊരു വിചിത്രമായ നീക്കം? അതാണ് നമ്മളിവിടെ തിരയാൻ പോകുന്നത്. ഈ രാഷ്ട്രീയ തലക്കെട്ടുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഗ്രീൻലാൻഡിന്റെ ഭംഗി അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ഈ കാണുന്ന മഞ്ഞിനും ഈ മനോഹാരിതയ്ക്കുമൊക്കെ താഴെ ലോകശക്തികളെ ഇങ്ങോട്ട് വലിച്ചെടുപ്പിക്കുന്ന എന്തോ ഒരു വലിയ രഹസ്യമൊളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒരു കാലത്ത് ലോകഭൂപടത്തിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന ഗ്രീൻലാൻഡ് എങ്ങനെയാണ് പെട്ടെന്നിങ്ങനെ ലോകശക്തികളുടെ ഒരു പ്രധാന കളിസ്ഥലമായി മാറിയത്? ശരി, നമുക്കിതിന്റെ കാരണങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം, ഗ്രീൻലൻഡിന്റെ ചരിത്രത്തിലേക്ക്. ഗ്രീൻലൻഡിന് അവരുടെ സ്വന്തം ഭാഷയിൽ ഒരു പേരുണ്ട്, കലാലിറ്റ് ന്യൂനാറ്റ്. അതിന്റെ അർത്ഥം കലാലിറ്റുകളുടെ നാട് എന്നാണ്. കലാലിറ്റുകളെന്ന് പറഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ. അപ്പോൾ ഈ കഥ വെറും ഭൂമിയുടേതല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരുടേതു കൂടിയാണ്. അപ്പം നോക്കൂ, 4500 വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിക് ജനത അവിടെ എത്തുന്നു. പിന്നെ ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷം വൈക്കിങ്ങുകൾ വരുന്നു. അതിനുശേഷം നൂറ്റാണ്ടുകളോളം ഡെൻമാർക്കിന്റെ ഭരണത്തിന് കീഴിലായി. ഒടുവിൽ 1953 ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഒരു കോളനിയല്ലാതെ അവരുടെ രാജ്യത്തിന്റെ ഭാഗമായ ഒരു കൗണ്ടിയായി മാറി. അങ്ങനെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി അടുത്ത കാലത്തേക്ക് വരാം, 20-ാം നൂറ്റാണ്ടിലേക്ക്. ലോകം മുഴുവൻ രണ്ട് ചേരിയായി തിരിഞ്ഞു നിന്നിരുന്ന ആ കാലം, ശീതയുദ്ധം. ആ സമയത്ത് ലോകത്തിന്റെ ഒരു മൂലയ്ക്ക് കടന്നിരുന്ന ഗ്രീൻലാൻഡ് എങ്ങനെയാണ് പെട്ടെന്ന് സൈനികമായി ഇത്രയധികം പ്രാധാന്യമുള്ളൊരിടമായി മാറിയത്? അതാണ് അടുത്ത പോയിന്റ്. അതിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് 2ാം ലോക മഹായുദ്ധമായിരുന്നു. ഹിറ്റ്ലറുടെ ജർമ്മനി ഡെൻമാർക്കിനെ കീഴടക്കിയപ്പോൾ ഗ്രീൻലൻഡ് ശരിക്കും ഒറ്റപ്പെട്ടുപോയി. ആ സമയത്താണ് അമേരിക്ക അവരുടെ പ്രതിരോധം ഏറ്റെടുക്കുന്നത്. ആ ഒരൊറ്റ നീക്കം ഗ്രീൻലൻഡിന്റെ ഭൂപടത്തിലെ സ്ഥാനം എന്നേക്കുമായി മാറ്റിമറിച്ചു. ഈ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മൾ GIUK ഗ്യാപ്പ് എന്താണെന്നറിയണം. പേര് കേട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, UK, ഈ 3 സ്ഥലങ്ങൾക്കിടയിലുള്ള കടലിടുക്കാണ് ഈ GIUK ഗ്യാപ്പ്. ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്ക് വരണമെങ്കിൽ ഈ വഴിയിലൂടെ വരണം. അതുകൊണ്ടുതന്നെ റഷ്യൻ കപ്പലുകളെയും മുങ്ങിക്കപ്പലുകളെയുമൊക്കെ നിരീക്ഷിക്കാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ്. ഈ ഭൂപടത്തിലേക്ക് ഒന്ന് നോക്കിയേ, സംഭവം ക്ലിയറാണ്. മുകളിൽ ആർട്ടിക് സമുദ്രം, താഴെ അറ്റ്ലാന്റിക്. ഇതിന്റെ ഇടയിൽ ഒരു വലിയ അടപ്പ് പോലെയാണ് ഗ്രീൻലൻഡ് നിൽക്കുന്നത്. അപ്പോ ആർട്ടിക്കിൽ നിന്ന് എന്ത് പുറത്തേക്ക് വരണമെങ്കിലും ഈ അടപ്പ് തുറക്കണം. അതായത് ഗ്രീൻലൻഡ് അറിയാതെ അവിടെയൊന്നും നടക്കില്ല. ഒരു സൂപ്പർ ഗേറ്റ് കീപ്പർ പോലെ. ഈ തന്ത്രപരമായ നിയന്ത്രണത്തിന്റെയെല്ലാം തലസ്ഥാനമെന്നു പറയാവുന്ന ഒരിടമുണ്ട്. അതാണ് തൂലി എയർബേസ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വല്ല മിസൈലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാൻ വേണ്ടിയാണിതുണ്ടാക്കിയത്. ഇന്നും അമേരിക്കയുടെയും നാറ്റോയുടെയും ഒരു കണ്ണാണ് ഈ ബേസ്. ബഹിരാകാശ നിരീക്ഷണത്തിനും മിസൈൽ ഡിഫൻസിനുമെല്ലാം ഇത് കൂടിയേ തീരൂ. അപ്പോ ശീതയുദ്ധമൊക്കെ കഴിഞ്ഞു, അതോടെ ഗ്രീൻലാൻഡിന്റെ പ്രാധാന്യം കുറഞ്ഞോ? ഇല്ല, സത്യം പറഞ്ഞാൽ മത്സരം ഇപ്പോഴാണ് ശരിക്കും കൂടുന്നത്. ഇന്നത്തെ ഈ കളിക്ക് നമുക്കൊരു പുതിയ പേര് തന്നെ കൊടുക്കാം, ദ ന്യൂ ഗ്രേറ്റ് ഗെയിം. എന്തുകൊണ്ടാണ് ഈ പുതിയ കളി തുടങ്ങിയത്? നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്താണെന്നറിയോ? ക്ലൈമറ്റ് ചേഞ്ച്, അഥവാ കാലാവസ്ഥാ വ്യതിയാനം. ലോകം ചൂടുപിടിച്ച് ആർട്ടിക്കിലെ മഞ്ഞുരുകി തുടങ്ങിയപ്പോൾ 2 വലിയ വാതിലുകളാണ് തുറന്നത്. ഒന്ന്, യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകാനുള്ള പുതിയ എളുപ്പവഴികൾ. കപ്പലുകൾക്ക് ഒരുപാട് ദൂരം ലാഭിക്കാം. 2, ഇത്രയും കാലം മഞ്ഞിനടിയിൽ ഒളിച്ചു കിടന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ നിധി. അതായത് എണ്ണ, ഗ്യാസ്, പിന്നെ ഒരുപാട് വിലപിടിപ്പുള്ള ധാതുക്കൾ. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഈ കളിയിലെ 3 പ്രധാന കളിക്കാരെയും അവരുടെ ലക്ഷ്യങ്ങളെയും ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടത് അവരുടെ സൈനിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. കൂടെ റഷ്യയെയും ചൈനയെയും അവിടെ നിന്ന് അകറ്റി നിർത്തണം. ഡെൻമാർക്കിന്റെ പേടി ഗ്രീൻലാൻഡ് കൈവിട്ടു പോകുമോ എന്നാണ്. ഇനി ഗ്രീൻലാൻഡിന്റെ കാര്യമോ? അവർക്ക് ഈ കിട്ടിയ അവസരം ഉപയോഗിച്ച് സാമ്പത്തികമായി വളരണം, എന്നിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നേടണം.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുക്കോണ മത്സരമാണ്, ഒരു വലിയ വടംവലി. ഈ വലിയ രാജ്യങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾക്കായി മത്സരിക്കുന്നതിനിടയിൽ നമ്മളൊരാളെ മറക്കാൻ പാടില്ല: ഗ്രീൻലാൻഡിലെ ജനങ്ങളെ. അവരുടെ ഭാവി എന്താകും? സ്വന്തം വിധി നിർണ്ണയിക്കാൻ അവർ നടത്തുന്ന ഒരു യാത്രയുണ്ട്. നമുക്കതിലേക്കൊന്ന് കണ്ണോടിക്കാം. ഗ്രീൻലാൻഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഇതൊരു പിന്നോക്ക പ്രദേശമൊന്നുമല്ല. നോക്കൂ, അവർക്ക് സ്വന്തമായി പാർലമെന്റുണ്ട്, സർക്കാരുണ്ട്, നിയമങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാധുനിക സമൂഹം. അവരുടെ ഭാവി അവർ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ. അവരുടെ ഈ യാത്രയിലെ പ്രധാന സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. 1979 അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരം കിട്ടി. പിന്നെ 2009 ഒരു വലിയ മുന്നേറ്റം നടന്നു. അവരുടെ പ്രകൃതി വിഭവങ്ങളുടെ അവകാശം അവർക്കു തന്നെ കിട്ടി. ഇനി അടുത്ത ലക്ഷ്യം ഒന്നു മാത്രം: പൂർണ്ണ സ്വാതന്ത്ര്യം. പക്ഷേ അതിനു മുന്നിലൊരു വലിയ മലയുണ്ട്: സാമ്പത്തിക പ്രതിസന്ധിയുടെ മല. ഈ ചാർട്ട് നോക്കിയാൽ ആ പ്രതിസന്ധി നമുക്ക് ശരിക്കും മനസ്സിലാകും. അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഭാഗം മീൻപിടുത്തമാണ്. അതിനേക്കാളുപരി എല്ലാ വർഷവും ഡെൻമാർക്കിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സാമ്പത്തിക സഹായം. ഈ സഹായമില്ലെങ്കിൽ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ മുന്നിലുള്ള വഴി എന്താ? ധാതുക്കൾ ഖനനം ചെയ്ത് പണമുണ്ടാക്കുക. പക്ഷെ അത് ചെയ്താൽ പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കും? രാഷ്ട്രീയമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും? അതൊരു വലിയ ചോദ്യമാണ്. ഈ രണ്ട് ചിത്രങ്ങളും അവരുടെ ഇന്നത്തെ അവസ്ഥയെ ശരിക്കും വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു വശത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അവരുടെ സംസ്കാരവും പാരമ്പര്യവും, അത് സംരക്ഷിക്കണം. മറുവശത്ത് സാമ്പത്തികമായി രക്ഷപ്പെടണമെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വരണം, വിഭവങ്ങൾ ഉപയോഗിക്കണം. ഈ പാരമ്പര്യത്തിനും പുരോഗതിക്കുമിടയിൽ അവർ എങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്തും? അതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈയൊരു വലിയ ചോദ്യത്തോടെയാണ്: മഞ്ഞുരുകി പുതിയ അവസരങ്ങൾ വരുമ്പോൾ ഗ്രീൻലൻഡിന്റെ ഭാവി എന്താകും? അവർക്ക് സ്വന്തം കാലിൽ നിന്ന് സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? അതോ ഈ വലിയ ശക്തികളുടെ മത്സരത്തിനിടയിൽപ്പെട്ട് അവരുടെ സ്വപ്നങ്ങളും സ്വത്വവും അലിഞ്ഞില്ലാതാകുമോ? ഇതിനുള്ള ഉത്തരം ഒരുപക്ഷേ കാലം തന്നെ പറഞ്ഞുതരും.